പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. നമുക്കൊക്കെ എത്ര സുഹൃത്തുക്കളുണ്ട് അല്ലേ? പക്ഷെ അവരൊക്കെ നമുക്ക് ശരിക്കും അറിയോ? അവർ ആരാണെന്നൊക്കെ നമുക്ക് ശരിക്കും അറിയോ? നമുക്ക് അവരെ പറ്റിയിട്ട് ശരിക്കും അറിയാൻ പറ്റുമോ? അത് ആലോചിച്ച് നോക്കില്ല നിങ്ങൾ. ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അല്ലേ നമുക്ക്. അപ്പൊ അതില് അവരെ അത്രയും നമ്മളെ തിരിച്ചറിയാൻ പ്രയാസാണ് അല്ലേ? ഉപ്പും പഞ്ചസാരയും ഒരേ നിറല്ലേ? അപ്പൊ നമുക്കെങ്ങനെ ഉപ്പ് ഏതാ പഞ്ചസാര എന്ന് മനസ്സിലാവുക? രണ്ടും എളുപ്പമാണ്. പഞ്ചസാര ഒരു കാപ്പിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂണല്ല 2 സ്പൂൺ ഇട്ടാലും മധുരം തന്നെയായിരിക്കും. എന്നാൽ ഒരു നുള്ള് ഉപ്പ് കാപ്പിയിൽ ഇട്ട് നോക്കൂ, കഴിച്ചിട്ട് അത് നമുക്ക് ഇറക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ അങ്ങനെ നമ്മുടെ പാനപാത്രം കഴിച്ചു പോകാൻ ഇടവരുത്തുന്നവരാണ് അത്തരം ആളുകൾ. അവർ ഉപ്പാണ്. അപ്പൊ ഉപ്പ് ഏതാ പഞ്ചസാര ഏതാന്ന് തിരിച്ചറിയാനുള്ള ഒരു ആർജവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. എനിക്ക് തന്നെ എത്രയോ അനുഭവമുണ്ട്. ചിലരൊക്കെ നമ്മുടെ മുന്നിൽ വന്ന് ചിരിക്കും, പിറകിൽ നിന്ന് കുറ്റം പറയും, പരദൂഷണം പറയും. ചിലരൊക്കെ എന്നോട് പറയും, മാഡം നിങ്ങളെ ഫ്രണ്ടല്ലേ, അവര് ഫ്രണ്ടായിരുന്നില്ലേ, അവര് നിങ്ങളെ പറ്റി എന്തൊക്കെയാ പറയുന്നത്. ഞാൻ പറയാം, അതൊന്നും എനിക്ക് കേൾക്കണ്ട, അതൊന്നും എൻ്റെ ഇഷ്യൂ അല്ല. ഞാൻ അവർക്കൊക്കെ മനസ്സിൽ മാപ്പ് കൊടുക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾ അതൊന്നും എന്നോട് പറയാൻ വരണ്ടാന്ന് ഞാൻ പറയും. പക്ഷെ ഞാൻ എത്രയോ എത്രയോ ആളുകളെ ദിവസവും പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. അതിലൊരു ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ പേര് മാത്രമേ എന്നെ ജീവിതത്തിൽ ഇതുപോലെ ഉപ്പായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ, എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ എല്ലാവരും നല്ല മനുഷ്യരാണ്. എല്ലാ ദിവസവും ഞാൻ പരിചയപ്പെടുന്നു. എല്ലാ ദിവസവും പല പല രാജ്യങ്ങളിൽ പല പല ഭൂഖണ്ഡങ്ങളിൽ താമസിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അവരൊക്കെ എനിക്ക് സ്നേഹം മാത്രമേ തന്നിട്ടുള്ളൂ കേട്ടോ. അത് ഞാൻ വളരെ നന്ദിയോടുകൂടി ഞാൻ നിങ്ങളുടെയൊക്കെ സ്നേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയാണ്. പക്ഷേ നമ്മൾ കണ്ട മനുഷ്യനല്ല മനുഷ്യനെന്ന് നമ്മൾ അറിയണം. കാരണം പുറമേന്ന് കാണുന്ന മനുഷ്യരല്ല. അപ്പൊ അതുകൊണ്ട് മനുഷ്യരപ്പം നമുക്ക് ചക്കയാണോ ചൂഴ്ന്ന് നോക്കാന്ന് പണ്ടൊരു എൻ്റെ അമ്മ പറയുമായിരുന്നു. അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മനുഷ്യരെ നമുക്ക് രുചിച്ചു നോക്കാൻ പറ്റും. അവരെ വിശ്വസിക്കുന്നതിന് മുൻപ് നമ്മൾ അടുത്തറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നാം ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും പലർക്കും നമ്മളോട് ഒരു സ്പർദ്ധ ഉണ്ടാവും അല്ലേ? നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവരും ഉള്ള അനുഭവമായിരിക്കും അത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകള് പിന്നെ MBBS പാസ്സായപ്പം വരെ അയൽവാസികൾ മിണ്ടുന്നില്ല. അത്രയും സ്പർദ്ധയുള്ള മനുഷ്യന്മാരുണ്ട്. അവർ ചിലപ്പോൾ മത്സരിക്കും. അവരിപ്പോൾ നമുക്കുള്ളതൊക്കെ അവർക്കും വേണം എന്നുള്ളൊരു മത്സരം. ഞാനൊരു നല്ല സാരി വാങ്ങിയ അതിൻ്റെ 2 സാരി അധികം വാങ്ങണം. അത് ഞാൻ ഉദാഹരണം പറഞ്ഞ കേട്ടോ, എനിക്കുണ്ടായ അനുഭവമല്ല. ഞാനൊരു നല്ല മാല ഇട്ട അതിനേക്കാളും നല്ല മാല ഇടണം. അപ്പം നിങ്ങളടുത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. എന്താ പിടിച്ചു നിൽക്കുക? എന്താണ് മത്സരിക്കാനാണോ? പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. നമ്മൾ പരസ്പരം സ്നേഹിക്കുകയാണ് വേണ്ടത്. നമ്മൾ വസ്ത്രധാരണം ഒരാളെ മാതിരി മറ്റേയാൾക്ക് ഇടാൻ പറ്റും. അപ്പൊ അവരിടുന്ന പോലെ എനിക്കിടാൻ പറ്റും, അല്ലെങ്കിൽ ഞാനിടുന്ന പോലെ അവർക്ക് ഇടാൻ പറ്റും. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ട് നമ്മൾ വേഷധാരണം നടത്തുന്നു. ചിലർക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ചിലർക്ക് അത് ഇമ്പോർട്ടൻ്റേ ആയിരിക്കില്ല. അപ്പം നമ്മൾ ചിലർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല വാങ്ങാനുള്ള. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അവരോട് മത്സരിക്കാൻ വേണ്ടി ഇടമത്സരം ഒന്നും വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലൊന്നും നമ്മൾ കൊണ്ടുനടന്നിട്ട് ഒരു കാര്യമില്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാട്ടോ ഞാൻ. അല്ലാതെ അപ്പൊ അങ്ങനെ നമ്മൾ ചേലയും മാലയും വരെ മറ്റുള്ളവരുമായിട്ട് മത്സരിക്കുക. ഒരു വീട്ടില് ഒരു കല്യാണം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നടത്തിയ കല്യാണത്തിനേക്കാളും വലിയ കല്യാണം ആവണം. അതേപോലെ ആ കുട്ടിക്ക് കൊടുത്തതിനേക്കാൾ ഒരു 10 പവൻ കൂടുതൽ എൻ്റെ കുട്ടിക്ക് കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള മത്സരബുദ്ധിയുള്ള ആളുകളുണ്ട് അല്ലേ? അപ്പൊ പിന്നെ പൂന്താനം തന്നെ പാടിയിട്ടുണ്ട്, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്ന എന്തിന് നാം വൃഥാന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ചെറിയ ജീവിതത്തിൽ എന്തിനാണ് ഇങ്ങനെ മത്സരമൊക്കെ? നമ്മള് പിന്നെ മറ്റുള്ളവരെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ എന്നുള്ളൊരു വർത്തമാനമൊന്നും വേണ്ട. നമ്മള് നമുക്ക് നമ്മുടേതായിട്ടിരിക്കാം. നമുക്കൊക്കെ ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്. നമ്മൾ ആരും മോശക്കാരല്ല. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരോട് അടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അവരെ ഉപ്പാണോ പഞ്ചസാരയാണോ എന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ അവരോട് കൂടുതൽ അടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ.